ആ ഇന്നലെ ഇപ്പം അവർ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. ചെക്കനും ചെക്കൻ്റെ ഉമ്മയും ചെക്കൻ്റെ ഒരു മാമിയും കൂടിയിട്ടപ്പം ഇന്നലെ വന്നത്. ഇല്ല, വാപ്പ വന്നിട്ടില്ല. വാപ്പാക്ക് എന്തോ കച്ചവടം തിരക്കായിട്ട് പോയിക്കണമെന്നാ പറഞ്ഞത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരികയായിരിക്കും. ഇന്നലെ ഇപ്പം അവരൊന്ന് കാണാൻ വരുന്നല്ലേ ഉള്ളൂ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കാണ്ടിരുന്നത്. പിന്നെ അതുമല്ല, ഇവൾക്കിപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒന്നല്ലല്ലോ ഇങ്ങനെ വന്നിട്ട് പോണത്. എന്തെങ്കിലും ആകുമ്പോൾ നിങ്ങൾ വിളിച്ചറിയിക്കാന്ന് വിചാരിച്ചു. അവൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് പറ്റിയ പോലെ തന്നെയാണ്. പിന്നെ പോയിട്ട് വിവരം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നടന്ന് കിട്ടിയാൽ മതി എന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ആ ചെക്കൻ തെറ്റൊന്നുമില്ല. കുറച്ച് ഹൈറ്റ് കുറവുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും അങ്ങനെ കാര്യമാക്കി എടുക്കണില്ല പറഞ്ഞിട്ടാ. ആ അമ്മ, ഞാൻ എന്നാൽ പിന്നെ വിളിക്കാട്ടോളേ. ആ സൽമ വരുന്നുണ്ടേ. അവളുടെ അടുത്ത് വിവരം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അവൾ പറയാൻ വേണ്ടി വരികയായിരിക്കും. ഞാൻ അവൾ പോയിട്ട് വിളിക്കാം എന്നാ. ആ ശരി. സൽമ വാ. ആ ഇങ്ങോട്ട് ഇരിക്കേ. ഷായിന, ഒരു ഗ്ലാസ് ചായ വെച്ചോ. വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് കൂട്ടം കൂടിയായിരുന്നേ ഇന്നലെ അവർ വന്നതിൻ്റെയൊക്കെ. ഞാനങ്ങനെ ആരെങ്കിലും വരുമ്പോഴേക്കും വിളിച്ചറിയിക്കലൊന്നുമില്ല. അങ്ങനെ ഒന്നരാൾ ഓരോരുത്തർ വരും, എന്നിട്ട് മുണ്ടാണ്ട് അങ്ങനെ പോവുകയും ചെയ്യും. എന്തിനാ ഇപ്പം അതൊക്കെ പറയാൻ നിൽക്കണേ പറഞ്ഞിട്ടേ. ഇന്നലെ ഇപ്പം അവർക്ക് പറ്റിയ പോലെയല്ലേ നീ പറഞ്ഞേ. അപ്പം അന്ന് വിളിച്ച് പറഞ്ഞതാ ഞാൻ. ആ അവരെന്നിട്ട് എന്തെങ്കിലും വിവരം തന്നാ? ആ അത് പറയാൻ തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന്. ഇതിപ്പോൾ നടക്കും തോന്നുന്നില്ല റസിയ. എന്താ സൽമ അവർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു? വീട്ടിൽ പോയിട്ട് വാപ്പാനത്തൊക്കെ പറഞ്ഞിട്ടേ വിളിക്കാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതന്നെ ഇപ്പം ഞാൻ അവൻ്റെ അടുത്തും ചോദിച്ചതേ. അവർ ഈ പറയും പോലെ എവിടെ പോയാലും ശരിയാവാണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. ചെക്കത്തിരി പൊക്കെ കുറവുണ്ടല്ലോ, അതുകൊണ്ട് എവിടെ പോയാലും ശരിയാവാണ്ടിരിക്കായിരുന്നേ. നിങ്ങൾക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ടേ ഈ കല്യാണം നടത്താൻ തന്നെ അവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് പോകുമ്പോഴൊക്കെ. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായിന്നറിയോ? അവൻ്റെ ഉമ്മയെ അവർ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ അവരുടെ ഫോണിൽ ഫോട്ടോ എടുക്കണ കണ്ടു പെണ്ണിൻ്റെ. ചിലപ്പോൾ അത് വീട്ടിൽ പോയി കാണിച്ചു കൊടുത്തപ്പോൾ പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ അവനക്ക്, അവരൊക്കെ സംസാരിച്ചിട്ട് വേണ്ടാന്ന് തീരുമാനിച്ചതായിരിക്കും. അതാ ഇപ്പം എനിക്ക് തോന്നുന്നത്. അവർ എൻ്റെ അടുത്ത് ആദ്യം ഫോട്ടോ ഒക്കെ ചോദിച്ചത് തന്നെയാണ്. ഫോട്ടോ കണ്ട് പറ്റിയ മാത്രം വന്നാൽ മതിയല്ലോ പറഞ്ഞിട്ടേ. ഞാൻ പിന്നെ മനഃപൂർവ്വം കൊടുക്കാണ്ടിരുന്നതാ. ഫോട്ടോ കണ്ടിട്ട് ഇനി നേരിട്ട് വരുന്നത് ഇല്ലാണ്ടാക്കണ്ടാ പറഞ്ഞിട്ടേ. നീ ഫോട്ടോ കാണിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും എന്തായാലും അവരൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലല്ലേ ഇത് നടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ കാണിച്ചു കൊടുക്കാണ്ടിരുന്നിട്ട് എന്താ ഒരു കാര്യം? അങ്ങനെ ഇപ്പോൾ ഒരാളിനെ പറ്റിച്ചിട്ടൊന്നും എൻ്റെ മകളുടെ കല്യാണം നടത്തണമെന്നൊന്നും എനിക്കില്ല സൽമ. അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല. ആ അത് ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാകട്ടെ. എൻ്റെ കുട്ടിക്ക് ഇതിനേക്കാൾ നല്ല ആലോചന വരാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. ഉമ്മ, ഞാൻ അമ്മാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നുമോ? എന്താണ്? നീ പറഞ്ഞോ. ഇനി ആരെങ്കിലും എന്നെ പെണ്ണ് കാണാൻ വരികയാണെന്നുണ്ടെങ്കിലും വരണ്ടാന്നൊന്ന് പറയുമോ? ഈ ചായയും വെള്ളമായിട്ട് വരുന്നവൻ്റെ മുമ്പിലൊക്കെ പോയി നിന്നിട്ടേ മടുപ്പ് തോന്നുക എനിക്ക്. എനിക്കറിയാം എന്നെ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. പിന്നെ എന്തിനാ ഞാനിങ്ങനെ വേഷം കെട്ടാൻ നിൽക്കണ്? നിങ്ങൾക്കൊന്നും ഞാനൊരു ബാധ്യതയാവില്ലെങ്കിലേ എന്നും എനിക്ക് ഇവിടെ കഴിയാൻ തന്നെയാണ് ഇഷ്ടം. എന്താ ഷായന നീ പറയണ്? നീ നമുക്കൊരു ബാധ്യതയായി പറഞ്ഞിട്ടാണ് നിനക്കിങ്ങനെ ഓരോ കല്യാണാലോചന കൊണ്ടുവരുന്നതും നിന്റെ കല്യാണം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ. മക്കൾക്കൊരു പ്രായമായി പറഞ്ഞാൽ എല്ലാ അമ്മയും ബാപ്പയും ചെയ്യുന്ന കാര്യം തന്നെ നമ്മളും ചെയ്തിട്ടുള്ളൂ. നീ എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കൂടെ ഇവിടെ കഴിഞ്ഞോ, നമുക്ക് നീ ഒരു ബാധ്യതയേ അല്ല. പക്ഷെ ഉമ്മ എന്താ ചിന്തിക്കുന്നത് പറഞ്ഞാൽ എൻ്റെയും വാപ്പാൻ്റെയും കാലം കഴിഞ്ഞാൽ നിനക്ക് ആരാ ഉള്ളത്? പിന്നെ കൂടപ്പിറപ്പ് എന്ന് പറയാൻ അനിയത്തിയാണ് ഉള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയുമ്പോഴേ അവൾ എത്രത്തോളം നിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരും? സ്വന്തം ഉമ്മയും വാപ്പയും ഉള്ള പോലെയൊന്നും ആരും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോഴും നിനക്കൊരു ജീവിതം വേണ്ടേ? നീ വെറുതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നിന്നെ സ്നേഹിക്കാൻ ഒരാൾ വരും. ആ നീയാണ്. വാ. കുട്ടികളൊക്കെ എവിടെ? അവർ രണ്ടാളും ക്ലാസ്സിലേക്ക് പോയിക്കണു. ആ അതെന്തായാലും നന്നായി. ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ പറഞ്ഞ് രാവിലെ തന്നെ ഓടിപ്പിടിച്ച് വന്നത്. ഇവിടുത്തെ ഒരു പണി നടന്നിട്ടില്ല.
ആദ്യം ഫോൺ വിളിച്ച് പറയാന്നാ വിചാരിച്ച്. പിന്നെ വിചാരിച്ചു നേരിട്ട് തന്നെ വന്ന് പറയാന്ന്. ആ നീയേ ഈ ഫോട്ടോ നോക്കി നോക്ക്. എങ്ങനുണ്ട്? നല്ല പേര് കേട്ട തറവാട്ടുകാരാണ്. പാരമ്പര്യമായിട്ട് തന്നെ അവർക്ക് ഇട്ട് മൂടാനുള്ള സ്വത്തും ഉണ്ട്. ചെക്കൻ എന്തൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഗൾഫിൽ തന്നെ കൂടിയൊക്കെയാണ്. ഇനി പെണ്ണ് കെട്ടിയാലും കെട്ടിയ പെണ്ണ് അവനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നിന്റെ മകൾക്ക് കിട്ടണേലും വെച്ചിട്ട് ഏറ്റവും നല്ല ബന്ധാത്. നീ എന്താ അങ്ങനെ നോക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവർക്കിപ്പോൾ നമ്മുടെ കുട്ടിനെ പറ്റുമെന്നല്ലേ? നീയേ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മൂത്തവളുടെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഇവര് നിന്റെ ചെറിയ മകളിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചതാണത്. കഴിഞ്ഞ ദിവസം നിന്റെ ചെറിയ മകൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ അവർക്ക് ഞാൻ ഇവിടുത്തെ ബൽക്കീസ് ഇല്ലേ അവളുടെ കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോവുകയായിരുന്നു. വഴിയിൽ വെച്ചിട്ട് നിന്റെ മകളെ കണ്ടത് ഇവർക്ക് നല്ലോണം പറ്റി. അപ്പോൾ ഇത്രയും നല്ല കുട്ടി ഈ പരിസരത്ത് ഉണ്ടായിട്ട് എന്താ നമുക്ക് കാണിച്ചു തന്നില്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഇവൾക്ക് മൂത്തത് ഒരാളുണ്ട് എന്നൊന്നും ഞാൻ പറയാൻ നിന്നില്ല. ഞാൻ എന്തായാലും അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ, അവർക്ക് വയസ്സായിട്ടില്ല തോന്നണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഈ കുട്ടിയാണെങ്കിൽ നമുക്കൊന്നും ആലോചിക്കാണ്ട് നമുക്കിപ്പോൾ തന്നെ നോക്കാം, സ്വത്തും മുതലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ മകളിനെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്താ അവരുടെ അടുത്ത് പറയണ്ട്? എന്താ നീ പറയണേ? നിനക്ക് അപ്പം തന്നെ അവരുടെ അടുത്ത് പറയായിരുന്നില്ലേ അവളുടെ മൂത്തത് ഒരാളുണ്ട് എന്ന്? മൂത്തത് നിൽക്കുമ്പോൾ എങ്ങനെ ചെറുതിൻ്റെ കല്യാണം നടത്തുക? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല? മൂത്തവൾക്ക് നല്ല ആലോചന ഞാൻ നിനക്ക് കൊണ്ടുവന്നേരേ. ഇത്രയും നല്ലൊരു ആലോചന അവൾക്ക് വന്നിട്ടേ അത് വേണ്ടാന്ന് വെക്കുക എന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഷാഹിനാക്ക് വരുന്ന ആലോചനയൊക്കെ മുടങ്ങണമെങ്കിൽ അവൾക്ക് നല്ല സങ്കടമാണ്. അതിൻ്റെ ഇടയിൽ അവളെ നിർത്തിയിട്ട് ചെറുതിൻ്റെ കല്യാണമൊക്കെ നടത്തുക പറഞ്ഞാലേ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? അതെന്തായാലും നടക്കില്ല സൽമ. നീ അവൻ്റെ അടുത്ത് വിളിച്ചിട്ടേ ശരിയാവില്ല എന്ന് പറഞ്ഞോ. അങ്ങനെ കിട്ടിയ പിടിയുന്ന ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ഒന്നും കൂടി ആലോചിച്ചിട്ട് അവൻ്റെ അടുത്ത് വിവരം കൊടുത്താൽ പോരെ? ഇത്രയും നല്ല ആലോചന വന്നിട്ട് വിട്ട് കളയാനും തോന്നുന്നില്ലേ? നീ ഒരു കാര്യം ചെയ്യേ. ആദ്യം നീ ഈ കാര്യം നിൻ്റെ മാപ്പിളുടെ അടുത്ത് പറയേ. അവൻ എന്താ പറയണത് നോക്ക്. അവനക്ക് വലിയ ഇഷ്ടപ്പെടുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മൂത്ത മകളുടെ അടുത്തൊന്ന് പറയേ. അവളും സമ്മതിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. സ്വന്തം കൂടപ്പുറപ്പിന് ഇത്ര നല്ലൊരു ജീവിതം വരുമ്പോഴേ വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അവൾ സമ്മതിക്കും. അവൾ എന്തായാലും സമ്മതിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളത് ചെയ്യുമ്പോഴേ അവളുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ഇതിലിപ്പോൾ എന്തത്ര ശരിയും തെറ്റൊക്കെ നോക്കാനുള്ളത്? മൂത്തായിട്ട് കല്യാണം കഴിഞ്ഞ് എന്തായാലും ചെറുതിനെ കൊടുക്കില്ലേ? അതിൽ ചെറിയൊരു മാറ്റം. ചെറുതിനിപ്പോൾ നല്ല ആലോചന വന്നപ്പോൾ അത് ഉറപ്പിച്ച് വെക്കണോ? ചെറുതിൻ്റെ ആദ്യം കഴിഞ്ഞു പറഞ്ഞിട്ട് മൂത്തോളി നടത്താണ്ടിരിക്കണമൊന്നുമില്ലല്ലോ. അവളുടെ താല്പര്യത്തിൽ വന്നു പറഞ്ഞാൽ അതും നമ്മൾ നടത്തും. പിന്നെന്താണ്? നീ ആദ്യം നിന്റെ മാപ്പിള വിളിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയേ. എന്നിട്ട് അവനെന്താ പറയണത് നോക്ക്. അല്ലാണ്ട് കാഞ്ചോട്ടിൽ വന്ന ബാക്കി നീ തട്ടി തെറിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ അത്രേ പറയണുള്ളൂ. ഞാൻ എന്നാലേ പോട്ടെ. നാളെ വരാം. അപ്പോഴേക്കൊക്കെ സമ്മതിപ്പിച്ച് വെക്കി. ശരി എന്നാ. ഇതിപ്പോൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായി. വാപ്പാനത്ത് ചോദിച്ചപ്പോൾ നിൻ്റെ അഭിപ്രായം ചോദിക്കാനാണ് പറയണത്. നിനക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യൂല കേട്ടോ. ഇതിലിപ്പോൾ എന്താ മാത്രം ആലോചിക്കാനുള്ളത്? അവൾക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടുമ്പോഴേ അത് വേണ്ടാന്നൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല. എനിക്ക് കല്യാണം ശരിയാവാത്തതിൻ്റെ പേരിലേ അവളുടെ ജീവിതം കൂടി കളയാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളിത് നടത്തിക്കോളൂ. നിങ്ങൾ എന്തമ്മ ഈ പറയണ്? അവൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾക്കിത് കേട്ടപ്പോൾ നല്ല സങ്കടമായിട്ടുണ്ടാവും. നല്ല സങ്കടത്തോടെ ആയിരിക്കും അവളിന് സമ്മതിച്ചിട്ടുണ്ടാവുക. നിങ്ങളിത് അവളുടെ അടുത്ത് ചോദിച്ചതന്നെ വലിയ തെറ്റാണ്. അവളുടെ കല്യാണം കഴിയാണ്ടെന്ന് എത്ര നല്ല ആലോചന വന്നാൽ ഞാൻ അതിന് സമ്മതിക്കില്ല. നീ കല്യാണം കഴിയാണ്ട് കാലാകാലം ഞാൻ ഇവിടെ കഴിയേണ്ടി വന്നാലും ശരി. മൂത്തവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ചെറുത് സമ്മതിക്കണ്ടേ? അവളെങ്ങനെ സമ്മതിക്കുക മനസ്സിൽ വേറൊരാളുണ്ടാവുമ്പോൾ? എവിടെ നിന്നിട്ട് അവർ രണ്ടാളും ഉണ്ടോ അവിടെ? ഷാഹിന ഉള്ളിലുണ്ട്. മറ്റേവള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല. അവൾ ക്ലാസ്സിനാ പോയിക്കുന്നത് അതോ ഏതെങ്കിലും ചെക്കന്മാരുടെ കൂടെ കറക്കി നടക്കണമെന്നൊന്ന് വിളിച്ച് ചോദിക്കി. എന്താ നീ പറയണേ? നിനക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും ഞാൻ അറിഞ്ഞത് പറയാണ്ടിരിക്കാൻ എനിക്ക് തോന്നണില്ല. എൻ്റെ കെട്ടിയ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഞാൻ ആകെ തരിച്ചു. നിങ്ങൾ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തണം എന്നുള്ളത് മൂപ്പരടുത്ത് കൂട്ടം കൂടുമ്പോഴാണ് മൂപ്പര് എൻ്റെ അടുത്ത് ഈ കാര്യം പറയണതേ. അവർ കടയിലോ എവിടെ പോയിട്ട് വരുന്ന സമയത്ത് ഇവള് ഇന്നലെ ഏതോ ഒരു ചെക്കനായിട്ട് കൊഞ്ചു കൊഴിഞ്ഞും കൂടി നിൽക്കണു അത്രേ. അവൻ എങ്ങനത്തെ ചെക്കനാണ്? വല്ല പണിയും ദോരവും ഉണ്ടോ? ഇനി കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെയൊക്കെ നടക്കണവനാണോ എന്ന് ആർക്കറിയാ? ഇവൾക്ക് ഇത്ര നല്ല ആലോചന വന്നിട്ടേ അത് വേണ്ട പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കൂടെ പോകാനായിരിക്കും ഇവളെ.
മൂത്തയിനാണെങ്കിലോ ഏതേത് വന്നിട്ട് ശരിയാവാണ്ടിരിക്കണം. എന്നാ ചെറുതെങ്കിലും പോയി രക്ഷപ്പെട്ടെ വിചാരിക്കുമ്പോൾ അവളതാ തോന്നിയ പോലെ നടക്കണം. ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണാവോലെ? ആവോ, നീ നാട്ടുകാർ അറിഞ്ഞാൽ തന്നെ അവനക്ക് പിടിച്ചു കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. നീ ഇതെവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മക്കൾ വഴിതെറ്റി പോണെന്ന് നോക്കാണ്ട്? അതിനിപ്പോ ഞാൻ എന്താ കാട്ടുക? അവള് പോണേൻ്റെയൊക്കെ പിന്നാലെ പോകാൻ പറ്റുമോ എനിക്ക്? എന്താ കാട്ടുറപ്പ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ കയ്യും കാലും പറിക്കണു. നീയൊന്ന് പേടിക്കാണ്ടിരിക്കേ, അവള് വരട്ടെ, ഇത് ചോദിച്ചിട്ട് ഞാൻ പോകണുള്ളൂ. അവളതാ വരുന്നുണ്ട്. ആ, വരട്ടെ വരട്ടെ. എന്താ സൽമത്താത്ത, പുതിയ ആലോചനയായിട്ട് വന്നതാ തോന്നുന്നു. നീ എന്തെന്നെ കളിയാക്കുക? നിന്റെയൊക്കെ ജീവിതേ നല്ലൊരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഓ, എനിക്ക് എന്തായാലും ഇപ്പം ആലോചനയും കൊണ്ടൊന്നും വരണ്ട. വേണമെങ്കിൽ നിങ്ങൾ താത്താക്ക് നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ കൊണ്ടുവരേ, അത് നമുക്ക് ആലോചിക്കാം. എന്താ നിനക്ക് കൊണ്ടുവന്നാ? നീ ഒന്ന് വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? അതെന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംസാരം? നീ ഇനി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ നിൽക്കൊന്നും വേണ്ട. നമ്മളെല്ലാം അറിഞ്ഞിട്ട് തന്നെ വിളിക്കുന്നത്. ഏതൊരിയാവൻ? ഏവൻ? നീ ഇന്നലെ ഏതോ ഒരുത്തനായിട്ട് വർത്താനം പറഞ്ഞതൊക്കെ കണ്ടവരുണ്ട് ഇവിടെ. നീ എന്താ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുക? എന്തൊക്കെയമ്മ നിങ്ങൾ പറയണേ? വെറുതെ മറ്റുള്ളവർ പറയണത് കേട്ടിട്ടേ നിങ്ങൾ എന്നെ സംശയിക്കാൻ നിൽക്കണ്ട. എന്താ ഉള്ള അഭിനയം നോക്കാം. ഒന്ന് നിർത്തണുണ്ടോ? കുറെ നേരമായി അഭിനയിച്ചു അഭിനയിച്ചു പറയണോ. ഞാൻ എന്ത് അഭിനയിച്ചു എന്നാ? ഉമ്മ, സെൽമത്താത്ത പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അവര് കണ്ടത് ഇവളിനെയല്ല, എന്നെയാണ്. ഞാനാണ് ഒരാളായിട്ട് സംസാരിച്ച് നിൽക്കണ കണ്ടത്. എന്താ പോ നിക്ക് റസിയ, ഞാൻ മൂപ്പരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതെ, എന്നാ നിങ്ങൾ അപ്പം തന്നെ പറയണ്ടേന്നു. ഞാൻ നോക്കാം നിങ്ങളുടെ കൂട്ടും കേട്ടിട്ട്. ശരി എന്നാ വെച്ചോളി. ശരിയാണ്, പുള്ളി അത്ര കണ്ടതേ. ഗഫൂറിന്റെ മകള് ഏതോ ഒരുത്തനായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിന്നല്ലേ വിചാരിച്ച്. ആ, ബെസ്റ്റ്. ആരെന്നാലും അവൻ? നീ എത്ര ദിവസമായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല? അങ്ങനെ പറയാൻ മാത്രം എനിക്കൊന്നും അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അമ്മ. കുറേ ദിവസമായി അവന് ഞാൻ പോണവിടെയും വരുന്നവിടെയൊക്കെ എൻ്റെ പിന്നാലെ നടക്കണം. അപ്പോൾ വെറുതെ എൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന് പറയാൻ വേണ്ടി പോയപ്പോഴാണ് സെൽമത്താത്താൻ്റെ ഹസ്ബൻഡ് കാണുന്നത്. അവൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, എന്നെ നല്ല ഇഷ്ടമാണ്, വീട്ടുകാരായിട്ട് ഇവിടെ വന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിനൊരു മറുപടിയും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പറയാ പറഞ്ഞിട്ട്. അതെന്തത്ര ആലോചിക്കാനുള്ളത്? വന്നോളാൻ പറ, അല്ലേ? അവന് എവിടെ ഉള്ളവനാ? സ്വഭാവമൊക്കെ നല്ലതാണ് പോലെ. നിങ്ങളൊക്കെ പോയി അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി അമ്മ, അല്ലാണ്ട് എനിക്കായിട്ടൊരു ഇഷ്ടമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇപ്പം നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത? ഞാനായിരുന്നു പറഞ്ഞിട്ട് എന്തൊക്കെ പൂലായിരുന്നു ഇവിടെ. നീ അങ്ങനെ ചെയ്താലേ വിവരം അറിയൂ. നിനക്ക് പറ്റിയ ആളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവൾക്കൊന്നും വന്ന് ശരിയാവില്ലല്ലോ അവട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഇപ്പം ആ സങ്കടമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും രണ്ടു കൂട്ടരിന് വരാൻ പറഞ്ഞ് രണ്ടാളിന് കല്യാണം നടത്തുക തന്നെ, അല്ലേ?